കണ്ടത് വാർത്ത കാലത്ത് കണ്ടു കുട്ടികൾക്കും മക്കൾക്കും വിളിച്ചെന്ന് കേട്ടാൽ അവിടെ നടക്കില്ല. പൊന്നാര തന്ത വല്ല പാട്ടാടി, എന്തൊരു പാട്ടത്, കൊതുകിനും വലിയ പാട്ടാണ്. ഈ ബലാലിനോട് ഞാൻ കുഴപ്പമായിരിക്കത് എൻ്റെ ബാപ്പാൻ്റെ പ്രായം വെച്ച് ഇതുവരെ ഞാൻ പണിയെടുത്തിങ്ങാണ്ട് കുഴങ്ങാണ്ട് ഇപ്പോൾ വന്ന് കടന്നിട്ടുള്ളൂ. ഞാൻ ഉച്ചഞ്ച് 5 മണിയാകുമ്പോൾ ഇനി നീച്ചണം പണിയെടുക്കാൻ. നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാണ് ഇപ്പോൾ വന്ന് കടന്നിട്ടുള്ളൂ. ഞാൻ അല്ല നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ പോകാൻ തുടങ്ങിയത് പോകില്ല. നാട്ടിൽ വേഗം പോയിക്കൂടാ നല്ലത്. അനക്കാ പറഞ്ഞാൽ മതി. 5 കുട്ടികളുണ്ട് എനിക്ക്. 4 ആളെപ്പോൾ ഞാൻ കെട്ടിച്ചു വിട്ടു. ഈ മുത്തോടുകൂടി കെട്ടിച്ചു വിടാണ്ട് ഓളോടി കെട്ടിച്ചു വിടോളം ഞാൻ ഇവിടെ നിൽക്കും. 19 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് തമാശാണ്. നിങ്ങളത് കാര്യാക്കണ്ട. അത് സാധനല്ല കുട്ടിയാണ്. എന്തായാലും ഫവാസിന്റെ കാര്യം പുതിയ ഇന്റർവ്യൂ എന്തോ പറഞ്ഞിരുന്നല്ലോ പോയതിന്. ഓനെന്നും പോയിക്കണേ. ഓൻ വന്നിട്ട് 2 മാസമായി. ഒരു പണി ഒന്നും ആയിട്ടില്ല. ഇന്ന് ഏതൊരു കമ്പനിക്ക് പോയിക്കണേ. ഓനെ വെച്ചിട്ട് ഉമ്മാന്റെ പണ്ടങ്ങളൊക്കെ പണിയും വെച്ചങ്ങാണ്ട് അവിടെ വന്നിക്കണേ. അത് സാരല്ല, അത് കഴിക്കോളും. ഒരു പണിക്ക് എന്തെങ്കിലും കഴിക്കോളും. ഇപ്പൊ എന്ത് ചെയ്യണ്ട, അതിനൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്തോളൂ കിടന്നോളൂ. ലേറ്റ് ഓഫ് ആക്കി കിടക്കാം കേട്ടോ. കിടന്നോളൂ, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ കുട്ടിയെ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്റർവ്യൂവിന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ എത്ര കമ്പനിയിൽ ഞാൻ പോണു, എല്ലാ കമ്പനിയും ചെന്നാൽ അവർ പറയുന്നത് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലല്ലോ എനിക്ക്. ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ല. നാട്ടിൽ നിന്ന് പോന്നപ്പോ എല്ലാവരും പറഞ്ഞോട് ചെന്നാൽ മതി, MBA പഠിച്ചു കണ്ട് ജോലിയാവും നോക്കുക. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പൊ അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊന്നും കാര്യമില്ല. എന്തായാലും നല്ല ബുദ്ധിമുട്ടൊക്കെ മാറും. അതൊക്കെ ശരിയായിക്കോളും കേട്ടോ. എല്ലാരും പറഞ്ഞു ശരിയാവും. തന്നെയാണ്. ഞാനൊക്കെ വന്ന് 5-6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി ശരിയാക്കുന്നത്. ഇങ്ങനൊക്കെ ആയില്ലേ. പിന്നെ അതല്ല പ്രശ്നം. നാട്ടിൽ നിന്ന് പോകുന്നപ്പോ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് ലേറ്റ് ഇട്ട് ഞാൻ ഫോണുമ്പോ കഴിച്ചു സാധാരണ പോലെ ചെയ്ത് ചൂടായി. അപ്പൊ കുറെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഒരു മോളെ കെട്ടിക്കാറുണ്ടല്ലേ, അത് പറഞ്ഞു. അമ്മയുടെ കാര്യം പറഞ്ഞു. അതായത് എന്താ പണ്ടൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞു. അമ്മക്കാന്റെ കാര്യമൊക്കെ പറഞ്ഞത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ 30 വർഷം കഴിഞ്ഞു. മക്കളെ കെട്ടിക്കന്നെ കിട്ടുന്ന പൈസ ഒക്കെ വേറെ എന്താ ഞങ്ങളെയും കുറെ നോക്കിയിട്ടുണ്ട്. ഒക്കെ ഒരു കഥ. എനിക്കിപ്പോ അതല്ല, ഈ ബാങ്ക് ലോണിന്റെ പ്രശ്നമാണ്. അമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യാറില്ല. ഭക്ഷണം കഴിക്കാൻ അതിന് മടിയായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചുമ്പോ പൈസ ഇല്ലാതെ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കും? അതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ, നമുക്ക് എല്ലാവർക്കും എല്ലാവരും അല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുറെ ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴേ അതൊന്നും കുഴപ്പമില്ല. അമ്മമാരുടെ മുഖത്ത് ഉണ്ടാക്കുന്നതല്ലേ, എല്ലാവർക്കും ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ വാടകന്റെ കാര്യം അതൊന്നും പ്രശ്നമില്ല. ഈ മാസത്തെ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ തീർത്തുണ്ട് കേട്ടോ. ഈ മാസത്തെ വാടകയും പിന്നെ എന്താ അതിന് വിഷമിക്കണ്ട. ബുദ്ധിമുട്ടാവോ? ഇല്ലേ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ കൊടുത്തോണ്ട് ജോലിയൊക്കെ ശരിയാക്കാം കേട്ടോ. ജോലിയൊക്കെ ശരിയാക്കോളൂ. ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചോണ്ട് എന്താ റൊട്ടി കഴിച്ചോളൂ. ഭക്ഷണം കഴിച്ചോളൂ. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ പോയതല്ലേ. എന്നാ ഭക്ഷണം 2 ഭക്ഷണം കൂടെ ഇന്ന് ബാക്കിയാണ്. പക്ഷെ അതാണ് നിസ്കരിച്ചിട്ട് കുടിച്ചിട്ട്. കമലോനെ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഇവിടെ
അങ്ങനെ തന്നെ ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും മാറുന്നില്ല.